ആരുടെ നിലയിൽ ക്ഷേത്രം നിത്യവിരുന്നിനണച്ചരുളേണം. പോലെ 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 അല്ല മണിയെ ഞങ്ങളുടെ നീനെ ഇരുന്നടാ വണ്ടിയാണ് കിട്ടുന്നത്. നീ അവരുടെ കൂടെ കളിക്കാതെ കേട്ടില്ലേ കേട്ടില്ലേ
വേദ്യമാന്മാരെ കർത്താവിനെ സ്തുതിക്കുവിൻ. സമയമടുത്തു ദൈവമിതാ ന്യായാധിപനായി അണയുന്നു. സ്വീകരണത്തിനൊരുങ്ങിടുവിൻ, സൽകൃത്യങ്ങൾ ചെയ്തിടുവിൻ. പരിശുദ്ധന്മാർക്കവനേകും ജ്ഞാനവും ആശിസ്സും. ദൈവമേ, ആര് നിനക്ക് തുല്യനാകും? എതിരേൽപ്പിനായി വന്നവരാ കന്യകമാരോടവൻ നരരെ ഉപമിച്ചതു നാം അറിയുന്നു. വളവാളൻ തൻ വിളി കേൾപ്പി നിദ്രയുണർന്ന കന്യകമാ വേഗമെടുത്തു വിളക്കുകളും ദുഷ്ടർക്കവരുടെ പ്രതിഫലം നൽകുന്നു. മതിയറ്റവരാ കന്യകമാ രംഗവിളക്കിലെടുത്തീല, തിരിക കൊളുത്തിയൊരുക്കീല. വാരിലടച്ചു മണവാളൻ, നിഷ്കാസിതരായവരെല്ലാം നൈരാശ്യത്തോടെ കരയുന്നു. വേണ്ടി സജ്ജമാക്കിയ സ്ഥലത്ത് വിശ്രാന്തിക്കായുന്നതമാ പറുദീസായി ചെന്നൊടുവിൽ
കർത്താവേ നീ നല്ലവനാകുന്നു. കരുണാനിധിയാം കർത്താവേ പാപം നോക്കി വിധിക്കരുതേ. നീയവ തൂക്കിയളന്നീടി മാമലനിരയേക്കാളേറ്റം ഘനമുള്ളവയായി കാണും നീ. ഓർക്കരുതോർക്കരുതവയൊന്നും. ആദിമുതൽ എന്നേക്കും ആമേൻ. കൃപയോലും നിൻ വലതുകരം നീട്ടിയനുഗ്രഹമേകണമേ. സഭയെ കാത്തു ഭരിക്കണമേ. മരണത്തിൻ വായ് കൂട്ടണമേ. ശാന്തി ജഗത്തിൽ വിതയ്ക്കണമേ. കരുണാനിധിയ കർത്താവേ കർത്താവ് തന്റെ വിധി വിളംബരം ചെയ്യും. യേശുനാഥൻ ചൊല്ലുന്നു, ഞാനല്ലോ പുനരുത്ഥാനം, ഞാൻ തന്നെ നിത്യായുസ്സും. എന്നെ ദൃഢമാം വിശ്വാസം ചേർപ്പോനിവിടെ മരിച്ചാലും നൽകും ഞാനവനുദ്ധാനം. രാജമുദ്രത്തിൽ അവർ പ്രവേശിക്കും. മഹിഷാലിനികൾ കന്യകമാർ വെണ്ണ പകർന്നു വിളക്കുകളിൽ തിരികൾ കൊളുത്തിയൊരുക്കുന്നു. മണവാളനതാ സ്വർഗത്തിൽ വാതിൽ തുറന്നകമണയുന്നു. കന്യകളാൽ പരിസേവിതനായി Thank you.
നിന്റെ വിധി പക്ഷമാകുന്നു. അധ്വാനത്തിനനുഗുണമായി പ്രതിഫലമീശൻ നൽകുന്നു. നല്ലവനേകും നാഗസുഖം ദുഷ്ടന്മാപ്പോതി നരകം. നാഗത്തിൻ കതിരായി നരകത്തിൽ തീ കെടുകില്ല. എത്ര വിശിഷ്ടവും മനോഹരവുമാകുന്നു പരിശുദ്ധനാക്കുടികൊള്ളും കബറിടമെത്ര മനോഹരമാ. അവരുടെ മരണം ധന്യവുമാ. തുലനം ചെയ്യിൽ മഞ്ഞവൻ പൊങ്ങി വിളങ്ങും കൊട്ടാരം തിമിരം തിങ്ങും പാട്ടുയിലാ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കർത്താവേ, നിന്നുടെ ആഗമ ദിവസത്തിൽ പുനരുദ്ധാനം നൽകണമേ. പരിശുദ്ധന്മാരുത്തുവനം ഭാഗത്തെങ്ങനെയുത്തരമേ. ശരണം മർത്തിരുത്തിയല്ലോ.
എവിടെയാണ് വെക്കണ്ടേ അല്ലേ എങ്ങനെയുണ്ട് നടാ ഇവിടെ മതിയോ മരണത്തിൽ നീ പുനരുദ്ധാനം പകരുന്നല്ലോ വാഴ്ത്തിടും ഒഴുകി വരുന്നു വാരവദാനം ഓടിയിൽ നിന്നും പുലരുണരുന്നു നിത്യവിരുന്നിൻ പുലരി വരുന്നു ഒരു മോഹനമപ്പുരയിൽ ഓങ്കതിരണിയും സുഹൃതികളോടെ നാഗം ചേരാ വരമരുളേണം ഒഴുകി വരുന്നു വാരവദാനം ഓടിയിൽ നിന്നും ഹൃദരുണരുന്നു നിത്യവിരുന്നിൻ പുലരി വരുന്നു ഒരു മോഹനമപ്പുരയിൽ ഓങ്കതിരണിയും സുഹൃതികളോടെ നാഗം ചേരാ വരമരുളേണം बोले
സന്ദേശവുമായി വന്നരികി പ്രാർത്ഥന കേട്ടില്ല, സമയം തെല്ലും തന്നില്ല, മൃഗയുടെ പിടിയിലമർന്നു ഞാൻ, നാഥാമീതാനവലംബം. ടുങ്ങി മനമിളകി തേടി വളർന്നൻ സ്വരമിടറി മിഴിനീർ തൂകിയുണർത്തിച്ചു ഞാനൊരു നിമിഷം ഒരുങ്ങട്ടെ. പ്രാർത്ഥന കേട്ടില്ല, സമയം തെല്ലും തന്നില്ല, മൃഗയുടെ പിടിയിലമർന്നു ഞാൻ, നാഥാമീതാനവലംബം. 언제? 언제 많이 됐어. 나도 기다릴 때.
മനുഷ്യരാ മനുഷ്യരാ അവിടെ ഇങ്ങോട്ട് മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന്റെ സ്തുതിയെ പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനമാണ്. കരുണയുള്ള കർത്താവെ, കരയുന്നവർ നിന്നെ വിളിക്കുകയും സങ്കടപ്പെടുന്നവർ നിന്നെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാനങ്ങളെ പ്രതീക്ഷിച്ച നിന്റെ ദാസനെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, എന്റെ കർത്താവെ, നിന്നെ ഞാൻ പ്രകീർത്തിക്കും. മഹിമയുടെ അന്തിമ വിധി നാളിൽ കർത്താവെ, നീ അണയുമ്പോൾ കരുണയുടെ നിർത്തണമേ. നല്ല വരുത്തു വലം ഭാഗേ. കർത്താവേ, ഞാൻ ആശ്രയിച്ചു. കർത്താവേ, നിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതുതാൻ ഞങ്ങൾക്ക് ഉദ്ധാരം രക്ഷയും ഉയരും നൽകുന്നു. ആകാശവും ഭൂമി നിന്റേതാകുന്നു. ആകാശവും ഈ ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ. മൃതനായുസ്സും അവനവന്റെ കീർത്തനങ്ങൾ പാടും. മൃതരാമരുടെ പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലെ. മാമോദീസ വഴി അങ്ങേ സുതരാണവരും നോക്കണമേ. അവന്റെ സന്തോഷത്തിൽ അവർ ആനന്ദിക്കും. കർത്താവേ, നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാൻ നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. അവനിലാരും ശേഷിച്ചില്ല. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ മൃഗരിൽ ജീവനുദിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ബാവാപുത്രൻ റൂഹായേ, മൃതാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാ പ്രഭയുടെ നാട്ടിൽ ചേർക്കണം. തെളിവായ എന്നുടെ നാഥാവിൻ തിരുവിഴിയെല്ലാം കാണുന്നു. നിരവധിയാവിൻ പാപങ്ങൾ നിരയായി എന്നെ വിധിക്കല്ലേ. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധികം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ നിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സ്തുത്യർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ. കൈക്കൊള്ളണമേ ഹൃദയംഗമമാ വിശ്വാസമോടെ ദാസജയം ബലിയന്നാഥ തിരുസന്നിധിയിൽ. കൈക്കൊള്ളണമേ ഹൃദയംഗമമാ വിശ്വാസമോടെ ദാസജയം ബലിയന്നാഥ തിരുസന്നിധിയിൽ. പൂർവന്മാരാഹം ഇസഹായാക്കോ മഹിതാസേതൻ പരിപാവനമാം ഗരിഗോർനാഥ. കൈക്കൊള്ളണമേ ഹൃദയംഗമമാ വിശ്വാസമോടെ ദാസജയം ബലിയന്നാഥ തിരുസന്നിധിയിൽ. പൂർവന്മാരാഹം
ഇപ്പോൾ നാഥ കൈക്കൊള്ളണമേ ഹൃദയം തമമാ വിശ്വാസമോടെ ദാസർ ചെയ്യും ബലിയന്നാഥ തിരുസന്നിധിയിൽ. അഗാധത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രകാരത്തിൽ ഞാൻ വിളിക്കുന്നു, കർത്താവേ നിശബ്ദം കേൾക്കണമേ. എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. കർത്താവേ നീ പാപങ്ങളെല്ലാം ഓർത്തിരിക്കുമെങ്കിൽ ആർക്ക് രക്ഷയുണ്ടാകും? എന്തുകൊണ്ടെന്നാൽ പാപമാത്രം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. കർത്താവേ ഞാൻ ശരണപ്പെടുന്നു. എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു. പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ കർത്താവേ ഞാൻ കാത്തിരിക്കുന്നു. പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലിനും കർത്താവിനെയും കാത്തിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവൻ കരുണയുള്ളവനാകുന്നു. പൂർണ്ണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. ഇസ്രായേലിനെ അതിന്റെ പാപങ്ങളിൽ നിന്നെല്ലാം അവൻ രക്ഷിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. അഗാധത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ലാസനായർപ്പിച്ച കർത്താവേ, ആ ശബ്ദമഹിനിമായ നീതിയുടെ ദിവസത്തിൽ നിന്റെ ദാസനെ വിളിക്കുകയും നിന്റെ വലതുഭാഗം നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പുറക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ ഒരു കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരാ, ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. കർത്താവേ, മരിച്ചവരെ നീ കരുണാപൂർവ്വം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവ്വം പരിപാലിക്കണമേ. പ്രധാന പ്രദേശത്ത് മരണമടഞ്ഞവരെ മഹിമയെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരാ, ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. സകലത്തിന്റെയും നാഥനും ദൈവവുമായ മിശിഹായേ, നിന്റെ കുരിശിന്റെ അടയാളത്തോടും ദൈവന്മാരുടെ അകമ്പടിയോടും കൂടെ വാനമേഘങ്ങളിൽ നീ പ്രതിഷ്ഠനാവുകയും സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ച മനുഷ്യരായ കബറിൽ നിന്ന് ഉയർത്തുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന വിധി ദിവസത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരംഭത്തിൽ തന്നെ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ ഈ സഹോദരനെ നീ സ്വീകരിക്കണമേ. ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.
ലൂസിയും കൂടെ വരണ്ട, ലൂസിയും കൂടെ വരണം. ലൂസി ഇവിടെ ഇല്ലേ? ആരൊക്കെയാ?
അസ്ഥിരമല്ലോ ഭുവനവുമവിലേ ജഡികാശ്രിതം ദർശന സുഭഗം വിശിഷ്ടം സുഖസന്തുഷ്ടം ദർശന സുഭഗം ध्यान नहीं
നിർവഹിക്കുന്ന തോമസിയായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. തോമസിയുടെ ആത്മാവിന്റെ നിത്യഭാഗ്യം ലഭിക്കുവാനും ഈ ലോകത്ത് ജീവിച്ച് നല്ല മരണം പ്രാപിച്ച് ദൈവത്തിന് പക്കലെത്തുവാനും എല്ലാവിധ നന്മകളുണ്ടാകുവാനും ദുഃഖാർത്ഥരായ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കാനും നമുക്ക് ഈ സമയം വിനിയോഗിക്കാം. ദൈവത്തിൻ്റെ അനുഗ്രഹവും കൃപയും കൂടുതലായിട്ടുണ്ടാകുവാനും നമുക്ക് പ്രാർത്ഥിക്കുകയും ഒത്തൊരുമിച്ച് ഈ കർമ്മങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്യാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യ സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ഞങ്ങളുടെ പിതാവേ, സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ ലോകത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും നിന്റെ കാരണത്തെ പുകഴ്ത്തുകയും മാന്യമായ ത്രിത്വനിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. വയലിലെ പുഷ്പം പോലെ അത് വിരിയുന്നു. ചുടുകാറ്റടിക്കുമ്പോൾ വാടിപ്പോവുകയും ചെയ്യുന്നു. അത് നിന്നിരുന്ന സ്ഥലവും അജ്ഞാതമായി തീരുന്നു. കർത്താവിനെ സ്തുതിക്കുന്നവരുടെ മേൽ എന്നും അവന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം, നമുക്ക് സമാധാനം. മണ്ണിൽ നിന്ന് ആദ്യത്തെ സൃഷ്ടിച്ചവനും അയാളുടെ സന്താനങ്ങളെ ഉദാഹരണം വഴി നവീകരിക്കുന്നതിനുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ സർവേശ്വര. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. എന്റെ ജീവിതം നിന്റെ മുമ്പിൽ എത്ര നിസ്സാരമാകുന്നു. ജീവിതം നിഴൽപോലെ കടന്നു പോകുന്നു. മനുഷ്യനോ നിക്ഷേപം കൂട്ടുന്നു, അതാർക്ക് വേണ്ടിയെന്ന് അവൻ അറിയുന്നില്ല. ആശ്രയം എല്ലാ തിന്മകളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം, നമുക്ക് സമാധാനം. കരുണയാൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മരണവിധേയരാക്കുകയും ദയാധികത്താൽ ഉയർപ്പിക്കുകയും ചെയ്യുന്ന കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. നിന്റെ ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. കർത്താവേ, അഴലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോട് ചിരകാലം ആനന്ദത്തോട് വാണിടുവാൻ ദാസന് വരമെന്നരുളേണം. കർത്താവ് വലിയവനും സ്തുത്യർഹനുമാകുന്നു. ആദിപിതാവാമാകട്ടെ സൃഷ്ടിച്ചവനാം ദൈവത്തിൽ ആശ്രയമഖിലമണയ്ക്കുന്നു. ഭക്തിനു ശരണം നീയല്ലോ. ലോകം വ്യർത്ഥം സകലേശ ഞങ്ങൾ കരുണക നവജീവൻ. വാഗ്ദാനങ്ങളിൽ കർത്താവ് വിശ്വാസനാകുന്നു. വിലപിക്കരുതേ, മരണത്തിൽ പുനരുത്ഥാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ, ദൃഢമായ എന്നിൽ വിശ്വാസം.
നീതിമാൻ വിജ്ഞാനം പ്രസംഗിക്കുന്നു. പൗലോസിൻ തിരുവാക്യങ്ങൾ ശാന്തി നിനക്കു പകർന്നീടും. മധ്യനവർത്യത ഉണരുന്നു. ക്ഷയമുള്ളോരക്ഷയനാകും. മധ്യതയേവം സകലേശം നിതരം നൂതനമാക്കുന്നു. പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതി. നൃപനാമിശിഹ കർത്താവേ, വാഴ്ത്തിപ്പാടി നമിക്കുന്നേ. വിശ്വത്തിന്റെ വിധാതാവേ, നൽകണമേ പുനരുദ്ധാനം. പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെ മകിലേശ. മഹിമയുടന്തിമവിധിനാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയോടെന്നെ നിർത്തണമേ. നല്ലവരൊത്തുമലം പാവേ നൽകണമേ നിത്യായുസ്സി പരമോന്നതമാ പരിവേഷം. എന്റെ സഹോദരനെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 13 മുതൽ 18 വരെയുള്ള തിരുവചനവും. എന്റെ സഹോദരനെ, മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോട് കൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുമ്പ് കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിന്റെ എതിരേൽപ്പിനായി അവരോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം ഇന്നും കർത്താവിനോടുകൂടെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുവിൻ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. കർത്താവേ, എന്റെ രക്ഷകനായ ദൈവമേ, രാവും പകലും നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്റെ പ്രാർത്ഥന നിന്റെ പക്കലെത്തട്ടെ. എന്റെ അപേക്ഷ നീ കേൾക്കണമേ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ സുവിശേഷം. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവനെ നിത്യജീവനുണ്ട് എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല. മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായത് കൊണ്ട് വിധികർത്താവാകുവാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ഇതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഈശോ മിശിഹായിൽ ഏറെ ബഹുമാനിപ്പെടുന്ന അച്ഛൻ, ഏറെ സ്നേഹികളെ, പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, തോമസേന്റെ നിര്യാണത്തിൽ ദുഃഖാതിരായിരിക്കുന്ന മാതാപിതാക്കന്മാരെ, കുടുംബാംഗങ്ങളെ, മറ്റ് ഇടവക ജനങ്ങളെ, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ യേശു പത്രോസിനെ അടുത്ത് വിളിച്ച് ചോദിക്കുന്നുണ്ട്, യോഹന്നാന്റെ പുത്രനായ ശിമയോനെ, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? യേശു 3 പ്രാവശ്യം പത്രോസിനോട് ഈ ചോദ്യം ചോദിക്കുന്നുണ്ട്. അപ്പോൾ പത്രോസ് മറുപടിയായി നൽകുന്നുണ്ട് 3 പ്രാവശ്യവും, കർത്താവേ, നീ അറിയുന്നല്ലോ ഞാൻ മറ്റുള്ളവരെക്കാൾ അധികമായി നിന്നെ സ്നേഹിക്കുന്നുവെന്ന്. 3 പ്രാവശ്യം ചോദിച്ചു കഴിഞ്ഞപ്പോൾ യേശു പറഞ്ഞു, ചെറുപ്പമായിരുന്നപ്പോൾ നീ സ്വയം മറ്റുള്ളവർ നിന്റെ അരമുറുക്കുകയും നിന്നെ നയിക്കുകയും ചെയ്തു.
പക്ഷേ ഇപ്പോൾ നീ സ്വയം അരമർക്കുകയും നിനക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് പോവുകയും ചെയ്യും. അതിനുശേഷം 21-ാം അധ്യായം 19-ാം വാക്യത്തിൽ ഇപ്രകാരം പറഞ്ഞു വെക്കുന്നു: ഇത് അവൻ പറഞ്ഞത് ഏത് വിധത്തിലുള്ള മരണത്താലാണ് പത്രോസ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് എന്ന് സൂചിപ്പിക്കാനാണ്. നമുക്കറിയാം, നമ്മുടെ ഇടയിൽ നിന്ന്, ഈ വീട്ടിൽ നിന്ന് നമുക്കെല്ലാവരും പ്രിയപ്പെട്ട തോമസ് ചേട്ടൻ നമ്മിൽ നിന്ന് വേർപിരിഞ്ഞിരിക്കുകയാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ തോമസ് ചേട്ടന്റെ മരണവും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതാണ്. നമ്മുടെ എല്ലാ മരണങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ളതാണ്. നമ്മൾ ചിന്തിക്കും, എങ്ങനെയാണ് നാം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്? മരണത്തിലൂടെ നമുക്ക് എപ്രകാരം ദൈവത്തെ മഹത്വപ്പെടുത്താനായിട്ട് സാധിക്കും? അതിന്റെ ഉത്തരം തന്നെ യേശു തന്റെ വചനങ്ങളിൽ ഇപ്രകാരം പറഞ്ഞു വെക്കുന്നുണ്ട്: മനുഷ്യർ നിന്റെ സൽപ്രവർത്തികൾ കണ്ട് നിന്റെ സ്വർഗസ്നായ പിതാവിനെ സ്തുതിക്കുകയും ചെയ്യും. നമ്മുടെ സൽപ്രവർത്തികൾ കണ്ട് നമ്മുടെ സ്വർഗസ്നായ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നമ്മളും സൽപ്രവർത്തികൾ ചെയ്യണം. ഓരോ മനുഷ്യന്റെയും സൽപ്രവർത്തികളിലൂടെയാണ് അവന്റെ സ്വർഗസ്നായ പിതാവിനെ മഹത്വപ്പെടുത്തുന്നത്. ഈ ലോകത്തിൽ തന്റെ ജനനം മുതൽ മരണം വരെ നല്ല കാര്യങ്ങൾ ചെയ്തും സൽപ്രവർത്തികൾ ചെയ്തും തനിക്കാകാമായിരുന്ന എല്ലാ കാര്യങ്ങളും പരോപകാരങ്ങളും ചെയ്ത് ഈ ലോകത്തിൽ നിന്ന് വിട പറയുന്ന തോമസ് ചേട്ടന്റെ സൽപ്രവർത്തികൾ കണ്ട് നമ്മുടെ ചുറ്റുമുള്ള എല്ലാവരും ദൈവത്തെ മഹത്വപ്പെടുത്തിയിട്ടുണ്ട്. അതിനാൽ തന്നെ ഈ മരണം ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ളതാണ്. തനിക്ക് ലഭിച്ച ഈ ഒരു ചെറിയ ജീവിതം ഈ ലോകത്തിൽ നിന്നുകൊണ്ട് തനിക്കാകാമായിരുന്ന എല്ലാ കാര്യങ്ങളും നിർവഹിച്ച ശേഷമാണ് നമ്മിൽ നിന്ന് തോമസ് ചേട്ടൻ വേർപിരിയുന്നത്. നല്ലൊരു കുടുംബനാഥനായി തീർന്നുകൊണ്ട്, നല്ലൊരു ഭർത്താവായി നിന്നുകൊണ്ട്, നല്ലൊരു അപ്പനായി മാറിക്കൊണ്ട്, നല്ലൊരു മകനായി മാറിക്കൊണ്ട്, നല്ലൊരു അയൽക്കാരനായി, നല്ലൊരു സ്നേഹിതനായി, എല്ലാവർക്കും വേണ്ടപ്പെട്ടവനായി, ബന്ധുക്കൾക്ക് നല്ലൊരു ബന്ധുവായി നന്നായി ജീവിച്ചുകൊണ്ട് നമ്മിൽ നിന്ന് വേർപിരിയുന്ന ആളാണ് തോമസ് ചേട്ടൻ. തന്റെ കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുകയും കുടുംബത്തെ അത്രയധികം സ്നേഹിക്കുകയും ചെയ്ത വേറൊരാളുണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. തന്റെ കുടുംബത്തിന് വേണ്ടി എല്ലും മുറിയെ പണിയെടുത്ത് കുടുംബം പോറ്റുവാനായിട്ട് ഒത്തിരിയേറെ കഷ്ടപ്പെട്ട തോമസ് ചേട്ടനെ എല്ലാവർക്കും അറിയാം. പലപ്പോഴും പ്രതിസന്ധികളും ദുഃഖങ്ങളും ഉണ്ടായപ്പോഴും അവിടെയെല്ലാം ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് അവിടുത്തെ ശരണപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോയ തോമസ് ചേട്ടൻ നമുക്ക് മാതൃക നൽകുന്നുണ്ട്. ജീവിതത്തിൽ എപ്പോഴും നന്മകൾ ചെയ്യണമെന്നും പരോപകാരങ്ങൾ ചെയ്തു കൊടുക്കണമെന്നും മനസ്സിലാക്കുക, അത് പഠിപ്പിച്ചു തന്നതും തോമസ് ചേട്ടന്റെ വലിയൊരു മാതൃകയെ നമുക്ക് കാണാവുന്നതാണ്. ഈ മാതൃക പിന്തുടർന്നുകൊണ്ട് തങ്ങളുടെ മക്കളെ വളർത്തുവാനും അവരെ ദൈവസ്നേഹത്തിലേക്ക് നയിക്കുവാനും തോമസ് ചേട്ടന് സാധിച്ചു. അതുകൊണ്ടാണ് തന്റെ മകനെ വിശ്വാസ പരിശീലന മതാധ്യാപകനായി സേവനമനുഷ്ഠിക്കുവാൻ വളർത്തിയെടുക്കുവാനായിട്ട് തോമസ് ചേട്ടന് സാധിച്ചത്. വിശ്വാസത്തിന്റെ ബാലപാഠങ്ങൾ മക്കൾക്ക് പകർന്നു കൊടുക്കുവാനും അത് ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനും ദൈവത്തിന് മാത്രമേ അനുഗ്രഹം ലഭിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു കൊടുക്കുവാനും തോമസ് ചേട്ടന് സാധിച്ചിട്ടുണ്ട്. മക്കളെ ദൈവവിശ്വാസത്തിൽ വളർത്തുവാൻ തോമസ് ചേട്ടൻ ഏറെ താല്പര്യമുള്ളവനായിരുന്നു. നമുക്കറിയാം, ഈ തോമസ് ചേട്ടൻ ചെയ്തു കൂട്ടിയ നന്മകൾ കണ്ട് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ള അവസരം കൂടിയാണ്. മനുഷ്യരുടെ സൽപ്രവർത്തികൾ മൂലം ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോഴാണ് ദൈവത്തിന് ഈ ആത്മാവിനോട് കരുണ തോന്നുവാനും സ്വർഗരാജ്യത്തിന് അവകാശിയാക്കുവാനായിട്ട് നമുക്ക് സാധിക്കുക. ദൈവത്തിന്റെ ഇഷ്ടം പൂർത്തിയാക്കിയ ഓരോ മനുഷ്യനെയും അവിടുന്ന് ചേർത്ത് നിർത്തിയിട്ടേ ഉള്ളൂ. അതുപോലെ തോമസ് ചേട്ടന്റെ ആത്മാവിനെയും ദൈവം തന്റെ ചേർത്ത് നിർത്തുവാനും ചാരം നിർത്തുവാനും നിത്യജീവൻ അവകാശമാക്കുവാനും നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.
പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും അല്ലാത്തൊരു ഭക്തിയോടുകൂടെ നിന്ന് കർത്താവേ ആത്മാവിനോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതിലുമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത ദൈവമേ, നിന്റെ കൽപ്പനയാൽ ഈ ലോകം വിട്ട് പുറപ്പെടുന്ന ഈ ആത്മാവിനെ നിത്യാനന്ദത്തിന്റെ തുറമുഖത്ത് സുരക്ഷിതമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ അമൂല്യമായ രക്തം ചിന്തി രക്ഷിച്ച ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുദ്ധാനം വഴി മനുഷ്യവർഗത്തിന് പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശിഹായെ, വിധി ദിവസത്തിൽ നിന്റെ മഹത്വത്തിന്റെ പ്രഭയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യത്തിന് അവകാശിയാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുഃഖിതരെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി ലാസറിന്റെ മരണത്തിൽ സ്വയം കണ്ണുനീർ ചിന്തിയ മിശിഹായെ, കരയുന്നവരുടെ കണ്ണുനീർ തുടയ്ക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയും പാപങ്ങൾ പൊറുക്കുന്നവനുമായ മിശിഹായെ, നിന്റെ ദാസന്റെ പാപങ്ങൾ പൊറുക്കുകയും അയാളുടെ കുടുംബാംഗങ്ങളെയും ചാർച്ചക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ കാരണം ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ജാതിക്ക് ഞങ്ങളുടെ പാപങ്ങൾ മാറ്റുകയും ചെയ്യട്ടെ. നിന്റെ മഹനീയമായ ദൈവത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സ്തുത്യർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, മരണം വരുമൊരു നാളോർക്കുക മർത്യാനീ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. മരണം വരുമൊരു നാളോർമ്മ കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ചൊല്ലുക മർത്യാനീ, എന്തിനു കരയുന്നു? വ്യാകുലമാനസനായി എന്തിനു നീറുന്നു? തിരമാലകളാൽ തിങ്ങിമറിഞ്ഞിളകും കടൽ പോലെ. മരണം വരുമൊരു നാളോർമ്മ കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഭീകരമരണത്തിൻ കാലടി കേൾപ്പൂ ഞാൻ, പാപമെനിക്കുള്ളിൽ പേടി വളർത്തുന്നു. സാത്താൻ നിറയും പകയോടെ സതതമലട്ടുന്നു. മരണം വരുമൊരു നാളോർക്കുക മർത്യാനീ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി, എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ. വിശ്വസ്തരായ ഭക്തർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നാം ഇപ്പോൾ വിലാപയാത്രയായിട്ട് പള്ളിയിലേക്ക് പോവുകയാണ്. എല്ലാവരും
മരിച്ച വ്യക്തിയുടെ ആദരസൂചകമായി പോകുവാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. എല്ലാവർക്കും വാഹനം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വാഹനത്തിൽ പോകുവാനായിട്ട് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. ഏറ്റവും മുമ്പിലായിട്ട് മൃതദേഹം വഹിച്ചുള്ള വാഹനം പോകുവാനും അതിന് പിന്നിലായിട്ട് മറ്റു വാഹനങ്ങൾ പോകുവാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ഇത് നാം വിലാപയാത്രയായിട്ട് പങ്കെടുക്കുവാനുള്ള വിലാപയാത്രയാണ് എന്ന കാര്യം കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ പ്രാർത്ഥനയിൽ പങ്കുചേരാം. എന്റെ സഹോദരി, ഞാനിപ്പോൾ നിങ്ങളോട് യാത്ര പറയുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. വിടവാങ്ങുന്നേ നശ്വരമുലകിൽ വിടുതിരിക്കായി നൽകിയ വസതി പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ. അവയെല്ലാം കടന്നു പോകുന്നു. ശാശ്വത ഭാഗ്യം നരനരുളീണ കഴിവില്ലാത്തോരൻ പാർപ്പിടമേ. പ്രഭയുടെ നാട്ടിൽ നിത്യവിരുന്നിൻ അണയട്ടെ ഞാൻ അന്തിമയാ